ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ അഡോബി ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് ID കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റുഡൻറ്റ് ID കാർഡിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക ഡിസൈനർ സുഹൃത്തുക്കളും ഈ ഒരു സ്റ്റുഡൻറ്റ് ID കാർഡിൻ്റെ വർക്കിൻ്റെ തിരക്കിലായിരിക്കുള്ളത്. എന്നാൽ ഈ ഡിസൈനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ID കാർഡ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇവിടേക്ക് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോട്ടോഷോപ്പ് വേർഷൻ എന്ന് പറയുന്നത് CC 2020 ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ക്രിയേറ്റ് ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് സൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഞാനിവിടെ ഡോക്യുമെൻ്റ് നെയിം കൊടുക്കുന്നുണ്ട്. നമുക്ക് ID കാർഡെന്ന് ഡോക്യുമെൻ്റ് നെയിം കൊടുക്കാം. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ID കാർഡാണ്. അതായത് 54 mm വിഡ്ത്തും ഹൈറ്റ് 86 mm ആണ് കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് പലതരത്തിലുള്ള ID കാർഡ് സൈസുകൾ അവൈലബിൾ ആണ്. ഇതൊരു പക്ഷേ ID കാർഡ് ഹോൾഡേഴ്സിൻ്റെ ആ ഒരു സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൈസിനകത്ത് മാറ്റം വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് ഈ ഒരു സൈസിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ ഏത് തരത്തിലുള്ള ID കാർഡ് ഹോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇഞ്ചസ് ചേഞ്ച് ചെയ്തുകൊണ്ട് മില്ലിമീറ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വിഡ്ത്തിനകത്ത് 54 mm കൊടുക്കാം. അതുപോലെ ഹൈറ്റിനകത്ത് 86 കൊടുക്കുന്നുണ്ട്. ഈ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് 300 തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന വർക്കിനകത്ത് CMYK കളർ മോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടുന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിലുള്ള ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലേഔട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ലേഔട്ടിനകത്ത് പ്രത്യേകിച്ച് ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. സാധാരണ കുറച്ച് റൗണ്ട് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തുകൊണ്ടുള്ളൊരു സിമ്പിൾ ലേഔട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എലിപ്സ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ ഇവിടേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടുന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഷേപ്പിനകത്തേക്ക് നമുക്ക് കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫില്ലിൽ പോകുന്നുണ്ട്. ഇനി ഞാനിവിടുന്ന് കളർ പിക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കളർ തന്നെ ഇവിടേക്ക് ഫില്ല് ചെയ്യാം. അതായത് ഒരു ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്യാം. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയോട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു താഴത്തെ ലെയറിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ അല്പം കൂടി താഴേക്ക് നീക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൻ്റെ കളർ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സ്വല്പം കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഷേപ്പിനെ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്കും ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ മറ്റൊരു കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറിനെ Ctrl+J പ്രസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ സെലക്ട് ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കളർ പിക്കർ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഓൾറെഡി തന്നെ ഒരു കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്. അതായത് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഷേപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിന് അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു താഴത്തെ ലെയറിൽ വരുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. സ്വല്പം കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷേപ്പിനെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഷേപ്പുകൾ കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ താഴേക്ക് കൂടി കുറച്ച് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം ഷേപ്പിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഈ ഒരു ഷേപ്പിനെ നമുക്ക് അല്പം ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് യെല്ലോയുടെ ആ ഷേപ്പിനെ കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. കാരണം ആ മുകളിൽ മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ താഴെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൻ്റെ ആ ഒരു പൊസിഷൻ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ ലെയറുകളെല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഈ ലെയറുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് യൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ലെയറുകളും ഒരുമിച്ച് സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് കൺട്രോൾ G പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഈ ഒരു ഗ്രൂപ്പിനെ ഞാനൊന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസുകൾ കൊണ്ടുവരാം. ഞാൻ ആദ്യമായിട്ട് തന്നെ ഇവിടേക്ക് ആ ഒരു സ്കൂളിൻ്റെ ലോഗോയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ പോകുന്നുണ്ട്. നമുക്ക് പ്ലേസ് സെലക്ട് ചെയ്യാം. ഈ ഒരു ലോഗോയാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. പ്ലേസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടേക്ക് നമുക്ക് സ്കൂളിൻ്റെ നെയിം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇവിടെ നോട്ട് പാഡിൽ ഞാൻ സാമ്പിൾ ഡീറ്റെയിൽസുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഡീറ്റെയിൽസിന് ഞാനൊന്ന് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ പോപ്പിൻസ് എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. തൽക്കാലം നമുക്ക് പോപ്പിൻസ് റെഗുലർ സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് സെൻറ്റർ അലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ നെയിം ഒന്ന് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്യാരക്ടർ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് സെമി ബോൾഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് ചേഞ്ച് ചെയ്ത് സെമി ബോൾഡ് കൊടുക്കാം. പിന്നെ ഞാൻ ഫോണ്ട് സൈസ് കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അഡ്രസ്സിൻ്റെയും കോൺടാക്റ്റ് ഡീറ്റെയിലിൻ്റെയും സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. പിന്നെ നമുക്കിതിന് ലൈറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ റെഗുലർ ആണുള്ളത്. ഇവിടുന്ന് ലൈറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെല്ലാം ഈ ഒരു ID കാർഡിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ലെയർ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ A പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചുറ്റിനായിട്ട് സെലക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിവിടെ മുകളിൽ ഓപ്ഷൻ മെനുവിൽ പോയിട്ട് ഇതിനെ ഹൊറിസോണ്ടലായിട്ട് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ലോഗോയിൻ്റെ സൈസ് ഒന്ന് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ ഷേപ്പ് അല്പം കൂടി ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ 2 ലെയറിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫിൽ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഷേപ്പിനകത്തേക്ക് പിക്ചർ മാസ്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫയലിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇമേജ് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിനകത്തേക്ക് ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിന് ഒരു സ്ട്രോക്ക് കൂടി കൊടുക്കണം. ഇവിടുന്ന് ഞാൻ സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് ഇത്ര ആവശ്യമില്ല. നമുക്കൊരു 3 കൊടുത്ത് നോക്കാം. ഓക്കെ, 5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് തന്നെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. ഇനി ഈ ഒരു ഡിസൈനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. കാരണം ഈ ഒരു ഫോട്ടോയുടെ താഴേക്കാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്ന് ചേരേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ലെയർ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 യെല്ലോ ഷേപ്പിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ താഴെയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് സ്റ്റുഡൻറ്റ് ID കാർഡ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് നമ്മൾ പോപ്പിൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ലൈറ്റ് ചേഞ്ച് ചെയ്ത് സെമി ബോൾഡ് കൊടുക്കണം.
അതുപോലെ ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് വൈറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇനി ഈ ഒരു ഡീറ്റെയിലിന് താഴെയായിട്ട് ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷേപ്പിനകത്ത് നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. ഈ ഒരു സെയിം ബ്ലൂ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ലെയർ നമുക്ക് താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. അതായത് ഈ സ്റ്റുഡൻറ്റ് ID കാർഡിൻ്റെ ലെയറിൻ്റെ താഴേക്ക്. ഇനി ഒരു ഡീറ്റെയിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ 2 ലെയറിനെ ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് Ctrl A പ്രസ് ചെയ്തുകൊണ്ട് കറക്റ്റ് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു നെയിം, ഡീറ്റെയിൽ, കാര്യങ്ങളെല്ലാം താഴോട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബ്ലാക്ക് കളർ തന്നെ കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ വേർഡായിട്ടുള്ള സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളതിന് റെഗുലർ കൊടുത്താൽ മതി, ബോൾഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ID നമ്പറൊക്കെ നമുക്ക് റെഗുലറിൽ കൊടുക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാ ഡീറ്റെയിലും നമുക്ക് റെഗുലർ കൊടുത്താൽ മതി. അത് നമുക്ക് ഈ ഡീറ്റെയിലിനെ ഒന്ന് ലെഫ്റ്റ് അലൈൻ കൊടുക്കാം. ഇനി ഞാനിവിടെ ടാബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇതുപോലെ സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളത് താഴെയായിട്ട് പ്രിൻസിപ്പലിൻ്റെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഒരു ബാർകോഡ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സിഗ്നേച്ചർ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അത് നമുക്കിവിടെ പ്രിൻസിപ്പാളിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സിഗ്നേച്ചറിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ബാർകോഡ് കൂടി കൊടുക്കാം. ഇപ്പോൾ ഫയലിൽ പോകുന്നുണ്ട്, ഇവിടേക്ക് ബാർകോഡ് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്യാം. ഓക്കെ, 2 സൈഡിലെ അലൈൻമെൻറ്റ് ഒരുപോലെ കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് അല്പം കൂടി താഴേക്ക് മൂവ് ചെയ്യാം. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വർക്കിനകത്തുള്ള ഫൈനൽ ടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.